ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലേ ചക്കക്കുരുവും മൾട്ടി കളർ ചീരയും പരിപ്പും കൂടി ഒരു കറിയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് കസിൻ വന്നപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു കൊണ്ടുവന്നു. ഈ ചക്കക്കുരു മുഴുവനൊന്നും ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല കേട്ടോ. എല്ലാം നന്നാക്കി ഓരോ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഫ്രീസറിലേക്ക് മാറ്റുവേ. അതാകുമ്പോൾ ചീത്തയെ കളയാണ്ട് കൊതി തോന്നുമ്പോൾ എടുക്കാമല്ലോ. പിന്നെ ഈ മൾട്ടി കളർ ചീര എന്ന് ഞാൻ പറഞ്ഞത് ഇവരാണേ സ്വിസ് ചാർഡ് എന്നാണ് ഇവരുടെ പേര് കേട്ടോ. നമ്മുടെ പാലക്ക് ചീരയ്ക്ക് പോലെയുള്ള സ്പിനാച്ച് വിഭാഗത്തിൽ പെടുന്ന ഒരു ലീഫി വെജിറ്റബിളാണത്. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഈ മൾട്ടി കളറാണേ. ഇതിൻ്റെ ഇലകൾ സ്പിനാച്ചിൻ്റെയൊക്കെ പോലെ തന്നെ ഇച്ചിരി കേളി ലീവ്സാണ്. എന്നാൽ തണ്ടവരേക്കാളും വ്യത്യസ്തമായിട്ട് തിക്കും ലോങ്ങും ഒക്കെയാണ് കേട്ടോ. എന്നാൽ സ്പിനാച്ചിനേക്കാളും ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ളത് ബീട്രൂട്ടും ആയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ സ്വിസ് ചാർട്ട്സിൻ്റെ ഇലകൾ വലുതായതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ബീട്രൂട്ടിൻ്റെ ഇലകളും പറിച്ചിട്ടുണ്ട്. അങ്ങനെ ഇലകളൊക്കെ കഴുകി അരിഞ്ഞെടുത്തേ. ഇതെല്ലാം അരിഞ്ഞെടുക്കുന്ന നേരത്തിനെ പരിപ്പും ചക്കക്കുരും വേവിക്കാൻ വെച്ചത് വെന്തിരുന്ന കൊണ്ടിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ സവോളയും വെളുത്തുള്ളി ചതച്ചതും മുറിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ സ്വിസ് ചാട്ടിനെയും ബീട്രൂട്ടിൻ്റെ ഇലകളെയും അതിലേക്കിട്ടേ ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് പതുക്കി വേകാൻ വെച്ചു കേട്ടോ. ഇത് മൂടിയൊന്നും വെക്കണ്ടേ. പിന്നെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞപ്പോഴേക്കും നേരെ ചക്കക്കുരുവും പരിപ്പൊക്കെ വെന്തിരുന്നത് കൂടി ഇട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടി നന്നായിട്ട് ഒരു കുറച്ച് നേരം ഡ്രൈ ആകാൻ വെച്ചു. അപ്പോഴേക്കും എന്താ ഇതേമാതിരിയുള്ള നല്ല സൂപ്പർ ചക്കക്കുരുവും മൾട്ടി കളർ ചീരയും പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറി റെഡി.